കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളും പിന്നെ അതേപോലെ തന്നെ എന്താണ് പാർട്ണർഷിപ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. പിന്നെ അതിനുശേഷം JHF അതായത് ജോയിൻ്റ് ഹിന്ദു ഫാമിലി അതെന്താണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ ഏത് രൂപത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ 4ാമത്തെ കാറ്റഗറി കോപ്പറേറ്റീവ് സൊസൈറ്റി അതെന്താണ് എന്നാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതിൽ ഓരോന്നിൻ്റെയും ഓപ്പറേഷൻ, അതിൻ്റെ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ ലയബിലിറ്റീസ് കാര്യങ്ങളിലെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാത്തിലും ഒരു സിമിലറാണ്. അതെന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വിഷയത്തിൽ അതെല്ലാം സിമിലറാണ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, ടു ഏൺ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ആളുകൾക്ക് പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കുക അല്ലെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന് എന്തെങ്കിലും സർവീസ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തിന് വേണ്ടിയും ഓർഗനൈസേഷൻസ് രൂപീകരിക്കാറുണ്ട്. അവർ അതേസമയം തന്നെ സർവീസ് മറ്റുള്ളവർക്ക് നൽകുക എന്നതിന് കൂടെ തന്നെ അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാഭങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് തന്നെയാണ്, അതിലുള്ള മെമ്പേഴ്സിൻ്റെ കോമൺ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കുക, അവർക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പം അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ പൂൾ ചെയ്തുകൊണ്ട് അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പേരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ കോപ്പറേഷൻ എന്നുള്ള ഈ ടേം അത് ഉണ്ടാകുന്നത് തന്നെ ലാറ്റിൻ വേർഡായിട്ടുള്ള കോ ഒപ്പേറാറി എന്നുള്ള വേർഡിൽ നിന്നാണ്. അപ്പോൾ ഇതിലെ കോ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം വിത്ത് എന്നുമാണ്. അതേപോലെ തന്നെ ഒപ്പേറാറി എന്നതിൻ്റെ അർത്ഥം വർക്ക് ചെയ്യുക എന്നർത്ഥം, ടു വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലർത്ഥം കോപ്പറേഷൻ എന്നുള്ളതിൻ്റെ മുഴുവൻ അർത്ഥം തേക്കാരം വർക്കിംഗ് ടുഗദർ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ട് ജോലി ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലത്തെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഉള്ള ഒരു കൂട്ടം ആളുകളുടെ സൊസൈറ്റിയുടെ പേരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അതായത് സ്വന്തത്തിന് വേണ്ടിയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് എന്ന രൂപത്തിലാണ്. അതിൽ നിന്ന് അവർക്ക് സ്വന്തമായിട്ട് ലാഭം കിട്ടുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുള്ള ഒരു ഹെൽപ്പാണ്. അതേപോലെ തന്നെ ആ സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ മറ്റുള്ള ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന രൂപത്തിൽ മ്യൂച്വൽ ഹെൽപ്പ് എന്നൊരു പ്രിൻസിപ്പിളിൻ്റെ മേലാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, മലയാളത്തിൽ സഹകരണ സംഘം എന്ന് പറയുന്നു, ഈ ഒരു സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടി അവരെ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് എന്നിട്ട് അവരുടെ കയ്യിലുള്ള റിസോഴ്സുകൾ പൂൾ ചെയ്തുകൊണ്ട് അതിനെ പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ബെനിഫിറ്റുകൾ അവർ കണ്ടെത്തുന്നു. ഇതാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ഇതിൻ്റെ ഒരു പ്രവർത്തന രൂപരേഖ. ആ രൂപത്തിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഓക്കെ, അതിന് ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകത പറയുന്നത് വോളണ്ടറി അസോസിയേഷനാണ്. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിർബന്ധമായിട്ട് നമ്മൾ കൂടേണ്ടത് നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ബൈ ദെയർ ഓൺ ചോയ്സ്. നമുക്ക് ഓരോരുത്തരുടെയും അതിൽ ചേരുന്നതും ചേരാതിരിക്കലും ഏത് സമയത്തും അത് നമുക്ക് എന്ത് ലീവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സമയത്ത് അതിലേക്ക് ചേരാം, അതേപോലെ തന്നെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പിരിഞ്ഞു പോരും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അടുത്തതാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഓപ്പൺ മെമ്പർഷിപ്പ് പറഞ്ഞാൽ ആർക്കും അതിലെന്ത് ചെയ്യുക, അംഗമാകാം. അതിൽ ഒരു കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, കളർ, സെക്സ് ഇതുപോലത്തെ യാതൊരു രൂപത്തിലുള്ള വേർതിരിവുകളോ അതിൽ മെമ്പർ ആകുന്നതിലില്ല. അപ്പോൾ ആർക്കും അതിൽ ചേരാൻ പറ്റുമെന്നർത്ഥം. പിന്നെ അടുത്ത ഒരു പ്രത്യേകതയാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. അതിൽ മിനിമം 10 മെമ്പേഴ്സ് അതിൽ വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു മൾട്ടി സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് വ്യത്യസ്ത, ഇപ്പോൾ കേരളം എന്നുള്ളൊരു സംസ്ഥാനത്തിനുള്ള ആളുകൾ മാത്രമാണെങ്കിൽ അതിൽ 10 ആളുകൾ മാത്രം മതി. പക്ഷേ മൾട്ടി സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യണം, മിനിമം 50 പേരെങ്കിലും അതിൽ വേണം. പിന്നെ അതേപോലെ തന്നെ
ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്നുള്ള ഒരു ആക്ട് അത് ഒരു സൊസൈറ്റിയിൽ മാക്സിമം എത്ര പേര് ഉണ്ടാകണം എന്നതിനെ കുറിച്ച് യാതൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ എന്ത് പറയുന്നു, ഇത്ര പേരാണ് അതിൽ ഉള്ളത്, മാക്സിമം എത്ര പേരുണ്ടെന്ന് പറയൽ മാത്രമാണ്. അതല്ലാതെ ഇത്ര പേര് മാക്സിമം ഉണ്ടാകാൻ പാടുള്ളൂ എന്നില്ല. അപ്പോൾ മിനിമം 50 പേര് കാണണം. മൾട്ടി സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 50 പേര്, ഒരേ സംസ്ഥാനം ആണെങ്കിൽ മിനിമം 10 പേര്, മൾട്ടി സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 50 പേര് എന്നൊരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി. അതിനെ ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചാൽ അത് നിർബന്ധമായിട്ടും അതിനെ രജിസ്റ്റർ ചെയ്യണം. ഒന്നിരിക്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 അത് പ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നുള്ള ഒരു ആക്ടിൻ്റെ കീഴിലായിരിക്കും അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രത്യേകതകൾ കൈവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമത്തെ ഒരു പ്രത്യേകതയാണ് പെർപ്പച്വൽ സക്സഷൻ. അതായത് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ടേമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് ലീവ് ചെയ്തു പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിലക്കും ആ കമ്പനിയെ ബാധിക്കുന്നില്ല. കമ്പനി തകർന്നു പോയില്ലെങ്കിൽ കമ്പനി അത് ഡിസോൾവ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഒരു നിലക്ക് എത്തുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മുമ്പ് പറഞ്ഞ പല ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്ന സമയത്ത് അതൊരു പെർപ്പച്വൽ സക്സഷൻ ആണ്. അത് അതിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് യാതൊരു രൂപത്തിലുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു സീൽ ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് എഗ്രിമെൻറ്റിലേക്ക് വരാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കെതിരെ ഹർജി അല്ലെങ്കിൽ നിയമപരമായിട്ട് കോർട്ടിലേക്ക് വരാൻ പറ്റും. ഇതെല്ലാം ഈ ഒരു സൊസൈറ്റി ഒരു എൻറ്റിറ്റി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ്, അതായത് ഈ ഒരു സൊസൈറ്റിക്ക് സ്വന്തം പേരിൽ എന്ത് ചെയ്യുക, ആ സൊസൈറ്റിയുടെ പേരിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടെ അതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറുന്നു. അത് തന്നെ ഈ ഒരു സൊസൈറ്റി തന്നെ എന്ത് ചെയ്യാണ്, ഒരു അസ്തിത്വമുള്ള ഒരു വ്യക്തിയെ പോലെ രൂപാന്തരപ്പെടണം. അപ്പോൾ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ സൊസൈറ്റിക്ക് ഈ ഒരു സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി കൈമാറാൻ കഴിയുന്നു. അതൊരു നല്ല ഒരു പ്രത്യേകതയാണ്. പിന്നെ അടുത്തതാണ് സ്റ്റേറ്റ് കൺട്രോൾ. അപ്പോൾ ഈ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഈ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഫണ്ടുകൾ കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണം ഉണ്ടായത് കാരണത്താൽ തന്നെ അത് വളരെ ഓരോരോ ടേമിൽ ഓരോരോ പ്രത്യേക സമയത്ത് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ട്, സഹകരണം എന്നുള്ള. അപ്പോൾ അതിൽ ഒക്കെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇതേപോലത്തെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവയുടെ കണക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതെല്ലാം ചെക്ക് ചെയ്യലാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകതയാണ് ക്യാപിറ്റൽ. ഈ ഒരു സഹകരണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാപിറ്റൽ കണ്ടെത്തുന്ന അതിലുള്ള മെമ്പേഴ്സിലൂടെയാണ്. അപ്പോൾ മെമ്പേഴ്സ് കൊടുക്കുന്ന ആ തുകയിലൂടെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള സോഴ്സുകളും അവലംബിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സഹകരണ സംഘത്തിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോണുകൾ എടുക്കാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അപ്പസ് കോപ്പറേറ്റീവ് മുകളിലുള്ള ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ ഗ്രാൻഡായിട്ടോ അങ്ങനെ പല രൂപത്തിൽ, അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആകട്ടെ പല രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യുക, ഗ്രാൻറ്റുകളും അതേപോലെ ലോണുകളും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകതയാണ് ഡെമോക്രാറ്റിക് സെറ്റപ്പ്. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ഡെമോക്രാറ്റിക് രൂപമാണ്. അതായത് ഒരു ജനാധിപത്യ രൂപമാണ്, ജനാധിപത്യ ഭരണ രൂപമാണ് അതിലുള്ളത്. അതിൽപ്പെട്ട ഓരോ മെമ്പറിനും എന്ത് ചെയ്യാം, അതിന് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ അതിൽപ്പെട്ട ഓരോ ആളുകൾക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ടാകും. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ ആരാണ്, അതിൽപ്പെട്ട ഓരോ മെമ്പേഴ്സും ചേർന്നിട്ടാണ്. അപ്പോൾ ഓരോ മെമ്പറിനും കൃത്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിൽപ്പെട്ട ഒരാൾക്ക് ഒരു വോട്ട് എന്ന രൂപത്തിലാണ്. അപ്പം ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ അതിലുണ്ട്. അപ്പം അതിനെ ഭരിക്കാൻ വേണ്ടി, അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാവരും കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവർ തന്നെ തിരഞ്ഞെടുത്ത ഒരു മാനേജിങ് കമ്മിറ്റിയെ അവർ വെക്കുന്നു. അപ്പോൾ അതിലൂടെ ആളുകൾ ഇവരെന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ അതിൽപ്പെട്ട ഓരോ മെമ്പറിനും
മെമ്പറിന് കൃത്യമായിട്ടുള്ള റോൾ ഉണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ ആര് തന്നെ ഭരിക്കാൻ വരണം അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് വരണം എന്നുള്ളതിന് ഓരോരുത്തർക്കും 1 man 1 vote എന്ന രൂപത്തിൽ ഓരോരുത്തർക്കും ഓരോ വോട്ട് എന്ന രൂപത്തിലാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ ഡെമോക്രാറ്റിക് സെറ്റപ്പാണ് ഇതിലുള്ളത്. പിന്നെ അടുത്തതാണ് സർവീസ് മോട്ടീവ്. അതായത് ഈ ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? അത് മറ്റുള്ള ആളുകൾക്ക് ടു പ്രൊവൈഡ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്, അതിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സർവീസ് മോട്ടീവ്, അതിൻ്റെ ഒരു പ്രചോദനം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ള മോട്ടീവ് കൂടെ അതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പ്രത്യേകതയാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഓരോ മെമ്പറുകളും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റിനനുസരിച്ച്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് അവർക്ക് വിഹിതങ്ങൾ കിട്ടും. ഓരോരോ തവണകളായിട്ട് അവർക്ക് വിഹിതങ്ങൾ കിട്ടും. പിന്നെ അടുത്ത ഒരു പ്രത്യേകതയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അതായത് അവർക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിന് പുറമെ അവർക്ക് അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻറ്റ് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഓവറായിട്ടുള്ള ബാക്കിയുള്ള സർപ്ലസ് പ്രോഫിറ്റ്, കൂടുതലായിട്ട് വരുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? അവർക്ക് ഗ്രാൻഡ് ബോണസ് എന്ന രൂപത്തിലൊക്കെ അവരെന്ത് ചെയ്യുന്നു? അത് മറ്റുള്ളവർക്ക്, അതിലുള്ള മെമ്പേഴ്സിനും ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? അത് നൽകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ സഹകരണ സംഘത്തിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ടൈപ്സുകളുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി കാര്യമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. കൺസ്യൂമർ ഗുഡ്സ് പറഞ്ഞാൽ ഫൈനൽ ഗുഡ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ്, അതേപോലെ തന്നെ ജ്വല്ലറി, ഇതെല്ലാം എന്താണ്? ഫൈനൽ ഗുഡ്സ് ആണ്. അപ്പോൾ ഇതുപോലത്തെ വസ്തുക്കളെല്ലാം കൺസ്യൂമർ ഗുഡ്സുകളായിട്ടുള്ള ഇതുപോലത്തെ വസ്തുക്കൾക്ക് ഡീൽ ചെയ്യുന്ന, അത് വിറ്റയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അതിലെന്താണ്? കാര്യമായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നതായിരിക്കും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കീഴിൽ നടക്കുന്നത്. പിന്നെ അടുത്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു രൂപത്തിലുള്ള കോപ്പറേറ്റീവ് സഹകരണ സംഘം ചെയ്യുന്ന എന്താണ്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റേക്കാർ. അവരെന്തെങ്കിലും വസ്തുക്കൾ അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സർവീസേക്കാർ അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അടുത്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു സൊസൈറ്റിയുടെ കീഴിൽ വരുന്നത് കാര്യമായിട്ട് എന്താണ്? റെസിഡൻഷ്യൽ ഹൗസുകൾ അതിൻ്റെ മെമ്പേഴ്സിന് നൽകുക എന്നാണ്. ഇത് കാര്യമായിട്ട് ഉണ്ടാവൽ എന്താണ്? അർബൻ ഏരിയാസിലാണ് ഈ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാര്യമായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അടുത്താണ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിലെന്താണ്? കാര്യമായിട്ട് ചെറിയ കർഷകരെല്ലാവരും കൂടിയിട്ട് അവരെല്ലാവരും ഒത്തുകൂടിയിട്ട് ലാർജ് സ്കെയിൽ ഫാമിങ്ങിൻ്റെ ഉപകാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് സംയുക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിനാണ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവർ ചെയ്യുന്നത് അവർ മറ്റുള്ള ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡെപ്പോസിറ്റുകളിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു. ഒരു റീസണബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അവർക്ക് എന്ത് ചെയ്യും? മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്രയും രൂപത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള 1, 2, 3, 4, 5, 6 ടൈപ്പുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെറിറ്റ്സ് എന്താണ്? അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനെല്ലാത്തിനും ഉപരി അതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആർക്കാണ്? അതിലുള്ള മെമ്പേഴ്സിനാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിൻ്റെ മെറിറ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓരോരോ പ്രത്യേകതകൾ, മെറിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ എന്താണ്? ഈസി ടു ഫോം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള 10 ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റും. അതെന്ത് ചെയ്യുക? രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ അത് രൂപപ്പെട്ടു. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസും കാര്യം അതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയില്ല. പിന്നെ അടുത്ത ഒരു പ്രത്യേക മെറിറ്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് എന്തെങ്കിലും ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും ബാധ്യതകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഓരോരുത്തർക്കും അവരുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ലയബിലിറ്റീസ് വരുള്ളൂ. അതല്ലാതെ അവരുടെ പേഴ്സണലി അവർ ലയബിൾ ആവില്ല. അപ്പോൾ എന്തെങ്കിലും വലിയൊരു കടക്കണിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ട് അത് പേ ഓഫ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. മുമ്പ് പറഞ്ഞ പല ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ അവർ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അപ്പോൾ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിൽ ആ ഒരു കടത്തെ അല്ലെങ്കിൽ ലയബിലിറ്റി പേ ഓഫ് ചെയ്യണം മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ
കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ലയബിലിറ്റി ഇല്ല, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അവർ എത്ര ക്യാപിറ്റലാണ് കൊടുത്തുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ലയബിലിറ്റി അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അഥവാ പേഴ്സണൽ ലയബിളായിരിക്കില്ല. പിന്നെ അടുത്തൊരു മെറിറ്റാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. അതിൽ ആർക്കും എന്ത് ചെയ്യാം, മെമ്പറാകാൻ പറ്റും. അതിൽ കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ അതിൻ്റെ ഒന്നും ഒരു വേർതിരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തൊരു പ്രത്യേകതയാണ് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, അത് എൻ്റർ ചെയ്യാം, അതേപോലെ തന്നെ എക്സിറ്റും ചെയ്യാം. അപ്പോൾ ഏത് സമയത്തും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ട് നമുക്ക് ചേരാനും പറ്റും. ഏത് സമയത്ത് നമുക്ക് ആ ഒരു മെമ്പർഷിപ്പ് നമുക്ക് ഒഴിവാക്കി അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനും പറ്റും. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടുത്തൊരു മെറിറ്റാണ് സ്റ്റേറ്റ് അസിസ്റ്റൻസ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ് അവിടെയുള്ള വീക്കർ സെക്ഷനെ ഉയർത്തുക, അല്ലെങ്കിൽ എക്കണോമിക്കലി അവരെ എന്ത് ചെയ്യുക, മുന്നോട്ടെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അവർക്ക് വേണ്ടിയുള്ള ലോണ്, ഗ്രാൻഡ്, സബ്സിഡീസൊക്കെ, അതേപോലെ തന്നെ ടാക്സ് റിഡംഷൻസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, സെൻട്രൽ ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താകട്ടെ, അവർക്ക് എല്ലാം നല്ല രൂപത്തിലുള്ള സഹായങ്ങളുണ്ടാകും. പിന്നെ അടുത്ത ഒന്നാണ്, അതിൻ്റെ മെറിറ്റിൽപ്പെട്ട അടുത്ത ഒന്നാണ് സ്റ്റാബിൾ ലൈഫ്. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പെർപ്പച്വൽ സക്സഷൻ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയോ അതിൽ പെട്ട മെമ്പർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് പിരിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിലക്കും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവസാനിക്കുന്നില്ല. അതിൽ യാതൊരു രൂപത്തിലുള്ള പ്രയാസങ്ങളോ അതിൻ്റെ നിലനിൽപ്പിനെ യാതൊരു രൂപത്തിലും ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ അടുത്ത ഒന്നാണ് ടാക്സ് കൺസെഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് ടാക്സ് കൺസെഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു മെറിറ്റാണ് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതിന് ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ടാവും. ആ മാനേജിങ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഓരോ മെമ്പറിനും തുല്യ അവകാശമാണ്, 1 man 1 vote എന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു സൊസൈറ്റിയുടെ, ഈ ഒരു സഹകരണ സംഘത്തിൻ്റെ ലിമിറ്റേഷൻസ്, അതിനെല്ലാം എന്തെല്ലാം ലിമിറ്റേഷൻസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമതായി പറയുന്നത് ലിമിറ്റഡ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു അതിൽപ്പെട്ട ആളുകളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ സഹകരണ സംഘം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ എമൗണ്ട് വളരെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് കൂടുതലായിട്ടുള്ള എമൗണ്ട് കണ്ടെത്തുക, ക്യാപിറ്റൽ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. പിന്നെ അടുത്ത ഒന്നാണ്, അതിൻ്റെ ലിമിറ്റേഷനിൽപ്പെട്ട അടുത്ത രണ്ടാമത്തതാണ് ലാക്ക് ഓഫ് മാനേജറിയൽ എക്സ്പെർട്ടൈസ്. അതിലുള്ള ആളുകൾ കൂടുതൽ എക്സ്പേർട്ടുകളാകണമെന്നില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതൽ നല്ല രൂപത്തിൽ ബിസിനസ് നടത്താനോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ പ്രയാസകരമായിരിക്കും. പിന്നെ അടുത്ത ഒന്നാണ് ലെസ് മോട്ടിവേഷൻ. കാരണം ഇതിൽ ഓരോ മെമ്പറും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ടിനെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, ഡിവിഡൻഡ് കിട്ടുന്നു പറഞ്ഞു. അതെന്താ വളരെ ചെറിയൊരു എമൗണ്ട് ആയിക്കാരം അവർക്ക് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു സഹകരണ സംഘത്തിൽ മുന്നോട്ട് പോകുക, അതിനു വേണ്ടി കൂടുതൽ കാര്യം ചെയ്യുക എന്നതിന് അവർക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവില്ല. പിന്നെ അടുത്തതാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. കാരണം ഇത് ഈ ഒരു സഹകരണ സംഘം തുടങ്ങുന്ന സമയത്ത് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകുമെങ്കിലും പക്ഷേ പിന്നീട് അതിൽ ഈ ഒരു സഹകരണ സംഘത്തിൽ എന്തെങ്കിലും ഭിന്നതകൾ, ഫാക്ഷനൽസൊക്കെ ഉണ്ടായിട്ട് ആളുകൾക്ക്, അതിൽപ്പെട്ട അധികാരികൾക്ക് അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം. പിന്നെ അടുത്തൊരു ലിമിറ്റേഷനാണ് കറപ്ഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടം കാര്യങ്ങളും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പീരിയോഡിക്കൽ ഓഡിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അതിൽ കറപ്ഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏത് രൂപത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കാര്യമായിട്ട് സഹകരണ സംഘം ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ ഒന്നുകിൽ കൺസ്യൂമർ പ്രൊഡക്ട്സ്, അതല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസുകൾ ഉണ്ടാക്കുക, പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിങ്, പിന്നെ അതേപോലെ തന്നെ ലോണുകൾ നൽകുക, അഡ്വാൻസുകൾ നൽകുക, അതേപോലത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വലിയ ക്യാപിറ്റൽ എമൗണ്ടൊക്കെ ഉണ്ടാക്കൽ വളരെ പ്രയാസകരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സഹകരണ സംഘം കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരികൽ സ്മാൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ് ഓപ്പറേഷൻസിനാണ്. അപ്പോൾ വലിയ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിന് വേണ്ടി ഇത് കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സഹകരണ സംഘം അത് ഫോം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു അത് രജിസ്റ്റർ ചെയ്യൽ അനിവാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റർ ചെയ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്.
അപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതിൽ അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും അതിൽ വേണം. പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 50 പേരെങ്കിലും അതിൽ വേണം. പിന്നെ അതിന് അടുത്തൊരു കാര്യമാണ്, ഈ ഒരു സൊസൈറ്റിക്ക് ഒരു പ്രത്യേക നെയിം, എന്തെങ്കിലും പേര് വേണം. പിന്നെ അതേപോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് ബൈലോ, ഇതിൻ്റെ ഭരണഘടന അതിനുണ്ടാക്കണം, ഡ്രാഫ്റ്റായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കണം. ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, രജിസ്ട്രേഷന് വേണ്ടി മുന്നോട്ട് പോകണം. ആദ്യം അവർ അവിടെ ഉള്ള ഒരു ഫോമൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുക്കുക രജിസ്ട്രേഷന് വേണ്ടി. അപ്പോൾ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ ഈ ബൈലോയുടെ 4 കോപ്പികളും അതിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ, രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷനിൽ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ മെമ്പറും എന്ത് ചെയ്യണം, സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് രജിസ്ട്രാർ സ്ക്രൂട്ടിനൈസ് ചെയ്തതിന് ശേഷം രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്.